അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു നായിക്കാട്ടം വരുന്നുണ്ട്, അതിന്റെ വോയിസ് ഒന്ന് കേൾക്കുക. ഞാൻ എക്സ് മുസ്ലിമാണ്, നിങ്ങൾ മുസ്ലിമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പറയൂ, മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നത്? മതം വിട്ടവൻ എന്താ ചെയ്യണ്ടേ? പറയൂ, എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. മതം വിട്ടവന് ഉമ്മ വെക്കണം. മതം വിട്ടവന് ഉമ്മ വെച്ചു കൊടുക്കണം. തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, അയ്യോ മോയിലത്. അതാ ഓക്കെ. മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാമിലെ നിയമം? പറയൂ. മതം വിട്ടാൽ ആ വഴിക്കങ്ങ് പോകും. ഞാൻ ഓപ്ഷൻസ് തരാം, നിങ്ങൾക്കുമാകാം കോയാപ്പതി. ഓക്കെ, മതം വിട്ടവൻ എന്ത് ചെയ്യണം? അവന് ഉമ്മ വെക്കണം, അവനെ കെട്ടിപ്പിടിക്കണം, അവനെ കുളിപ്പിക്കണം, അവനെ കൊല്ലണം. ഇതിലേതാണ്? വേറെ വഴിയാണ്, പിന്നെ അവന്റെ വഴിക്ക് വിടുക. അത് ഓപ്ഷനിലില്ല. ഈ 4 ഓപ്ഷനിൽ ഏതാന്ന് പറയൂ. ഈ അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ വെച്ചോ. അതില്ലല്ലോ. അത് ശരി. നിങ്ങളിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇപ്പോൾ എൻട്രൻസ് എക്സാമിന് പോയി കഴിയുമ്പോൾ പ്ലീസ് നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ ഇതിൽ ക്ലിയർ ആയിട്ട് ഉത്തരം പറയും. മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറയും. മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറയും. മതം വിട്ടവൻ ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പറയും. അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നീട് തിരിച്ചു വരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയും, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. എന്താണ് അവന്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഹാരിസ് ഹുസൈൻ എന്ന് പറയുന്ന ഈ നായിക്കാട്ടം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പുറത്തു പോയ ആൾക്കാരെയെല്ലാം ഇല്ലായ്മ ചെയ്യുമല്ലോ, ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉസ്താദ് പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഏതൊരു ഉസ്താദിൻ്റെയൊക്കെ വോയിസ് കേൾക്കുന്നത് ഉസ്താദ് തന്നെയാണോ എന്താണെന്നുള്ളത് പടച്ച റബ്ബിനെ അറിയുള്ളൂ. അപ്പോൾ ഇത് അയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഇസ്ലാമിൻ്റെ പുറത്ത് പോയിട്ട് ആൾക്കാരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഇയാളെയല്ലേ? ഇയാൾ ഇപ്പോഴും യൂട്യൂബിലിരുന്നിട്ട് വലിയ രീതിയിലല്ലേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു? അത് ആ പൊട്ടർക്ക് ചോദിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതിന്ന് പുറത്ത് വന്ന ആളാണ്, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിമർശിക്കുകയാണത് ഇല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവൻ പുറത്ത് പോയിട്ട് ഇത്രയും മോശമായ രീതിയിൽ മാത്രം വിമർശിച്ചത് നമ്മളാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ഏതെങ്കിലും രീതിയിൽ അയാളെ ശരീര ഉപദ്രവം ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലൊക്കെ കമൻറ്റ് ഇട്ടാലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ പോലെ ആൾക്കാർ ആരെങ്കിലൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചാലേ ഉള്ളൂ. ഓക്കെ, ഇത് പുള്ളീൻ്റെ ഒരു നിലപാടാണ്. അതായത് ചില സമയത്ത് എന്ത് പറയുക വെച്ച് കഴിഞ്ഞാൽ, വേറെ രാജ്യങ്ങളെ കാണിച്ചിട്ട് അവിടെ അങ്ങനെ നടക്കുന്നില്ല, ഇവിടെ ഇങ്ങനെ നടക്കുന്നില്ല, ഇതാണ് പറഞ്ഞു വരുന്നത്. ശരിയാണ്, പല രാജ്യത്തും പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയണം. ആരെന്നെ പൊങ്കാരുണ്ട്, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ മണിപ്പൂരിൽ ഒരു സ്ത്രീയെ വന്ന് തുണിയില്ലാതെ നടന്ന കാര്യം പറയട്ടോ, ഞാൻ ഇല്ലാത്തൊരു കാര്യമൊന്നും പറയില്ല. ഇവരെ പോലെയുള്ള ഇല്ലാത്ത കാര്യമൊന്നും ഈ നായിക്കാട്ടനെ പോലെ നമ്മൾ പറയില്ല. നമ്മളെല്ലാം അങ്ങനെയാണ്, നമ്മളൊക്കെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണ്. അപ്പോൾ ഈ മണിപ്പൂരിൽ ഒരു പെണ്ണിനെ തുണിയില്ലാതെ നടത്തിക്കൊണ്ടുപോയി കുറച്ച് ജനക്കൂട്ടങ്ങൾ, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ലോകം മൊത്തം കണ്ട് വലിയ രീതിയിൽ അപമാനം ഉണ്ടായി. അപ്പോൾ പുറത്തുള്ള രാജ്യക്കാർ പറയുകയാണ്, ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ്, കാരണം ഒരു പെണ്ണ് തുണിയില്ലാതെ നടത്തിയതല്ല, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് പറയുമോ? ഇല്ല. അതൊരു വിഭാഗം ചെയ്തതാണ് തെറ്റ് അല്ലേ? അതുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും അങ്ങനെ ആവുമോ? ഇല്ല. അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു വിഷയം പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം, അതായത് ഒരൊറ്റ മാറ്റർ, ആ മാറ്ററിനെ വന്നിട്ട് മെസ്സേജായിട്ട് എത്തിയത് വന്ന് പല രീതിക്ക് ആൾക്കാർ എടുത്തുകൊണ്ടിട്ട് പല രീതിയിലും വ്യാഖ്യാനിച്ച് അവർക്ക് അവരുടെ ഇഷ്ടപോലെ കാണിച്ചു കൂട്ടുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഉദാഹരണത്തിന് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു സെയിൽസ്മാൻമാരുടെ ഒരു ചെറിയൊരു ക്ലാസ്സിങ്, അതിൽ വന്നിട്ട് ലൈനായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് നിൽക്കുന്നവനെ തിരിഞ്ഞ് നിന്നിട്ട് ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കും. ഇതുപോലെ അടുത്തുള്ള ആൾക്ക് നീ കാണിച്ചു കൊടുക്കുക പറയും, അടുത്ത ആൾക്ക് കാണിച്ചു കൊടുക്കുക പറയും. സോറി, അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് കാണിച്ച് കൊടുത്തവൻ കറക്റ്റായിട്ട് അടുത്തുള്ളവനക്ക് ചെയ്തു കൊടുക്കും. പിന്നെ പോകുമ്പോൾ എന്താവുമെന്നറിയാം, അത് ആ ഫസ്റ്റ് കാണിച്ച മെസ്സേജേ ആകില്ല. ഓരോ ആളുകൾക്കും കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടും വേറെ രീതിക്കുള്ള മെസ്സേജ് അവസാനം എത്തുന്നത് എന്താണെന്നറിയോ? ആ ഫസ്റ്റ് കാണിച്ച ആ മെസ്സേജേ ആയിരിക്കില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായ? ഓരോ ഉസ്താദന്മാരും അവരവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ ആരിഫ് ഹുസൈനെ പോലുള്ള നായ്ക്കാട്ടങ്ങൾക്ക് അതെടുത്ത് അലക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഞാൻ ഇല്ല ഒന്നും പറയുന്നില്ല. യഥാർത്ഥത്തിൽ വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. ഇനി അത് തിന്മയാണ് എന്നുള്ളത് വരുത്തുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആ കാലഘട്ടത്തിൽ പല രീതിക്ക് വളരെ കൃത്യമായിട്ട് പല വിഷയങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ മുന്നിലുള്ള ജീവിതങ്ങൾ. അപ്പം പല ആളുകളും പല രീതിയിൽ അതെടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് പല രീതിയിലും ജീവിക്കുന്നുണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് അവരെ പോലെയാണ് നിങ്ങളും എന്ന് ചെയ്യുന്നതാണ് മോശം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മണിപ്പൂർ കേസ് നമുക്ക് എല്ലാ ജനങ്ങളും ഇങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. കാരണം അങ്ങനെയാണല്ലോ, ആ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ നടന്നപ്പോൾ പുറത്തുള്ള രാജ്യക്കാരൻ നോക്കിയിട്ട് ഇത് പറയുകയാണ് ആ രാജ്യത്തുള്ളവരൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചോറ് തിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ പല രാജ്യത്തിലും പലതും നടക്കും. ഇതൊന്നും നമ്മുടെ രാജ്യമായിട്ടൊരു ബന്ധമല്ല, മനസ്സിലായി? അത് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഇതിനു വേണ്ടി സംസാരിച്ച് വരുമ്പോൾ നമ്മളെ മോശമായി കാണുക അല്ലെങ്കിൽ മോശമായിട്ട് പറയുക അതിനൊന്നും വലിയ അർത്ഥമല്ല, മനസ്സിലായി? ഇപ്പം ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിമർശിക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് വിട്ടിട്ട് വലിയ മോശമായിട്ടുള്ള കമൻറ്റുകളോ തെറിയോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാനിവിടെ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടുമില്ല. നടന്നൊരു സംഭവത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നടത്തിയ ഒരു ടീം നടത്തിയിട്ടുണ്ട് ഒരു സ്ത്രീയെ. ഇതുകൊണ്ട് ഇപ്പോൾ അടുത്തുള്ള രാജ്യക്കാരൊക്കെ പറയുകയാണ് ഈ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, അവർ പറയൂല. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ നായിക്കാട്ടത്തിന് 10 കാശ് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ഒരു വിഭാഗം മതക്കാരെയെല്ലാം എന്തെങ്കിലുമൊക്കെ പറയണം. ഏതായാലും ഇവിടെ വേറൊരു ടീമിൽ ഇത് വലിയ രീതിയിൽ തക്കാൻ കിട്ടുള്ളൂ, അതായത് വേറൊന്നുമല്ല സംഭവം കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവൻ്റെയൊക്കെ നമ്പർ എൻ്റെ നിന്ന് കിട്ടിക്കഴിഞ്ഞോട്ടല്ലോ, നല്ല മറുപടി കൊടുക്കും, മനസ്സിലായോ? തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, അവർക്ക് വേണ്ടിയ പോലെ ഞാൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊടുക്കും. ആ പൊട്ടനെ ചോദിക്കേണ്ടുള്ളൂ, എടാ പൊട്ടാ നീ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആളെ കൊല്ലുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഭരിക്കട്ടെ. നീ ഇപ്പോഴും സുഖമായിട്ടിരുന്നിട്ട് യൂട്യൂബിൽ നമ്മ അടിക്കാൻ വേണ്ടിയിട്ട് നീ ഇതിന് വിമർശിച്ചിട്ടിരിക്കണം, നിനക്ക് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ചോദിക്കേണ്ട ചോദ്യമാണ് അത്. ആ പൊട്ടനക്ക് ചോദിക്കാറില്ല. അതെങ്ങനെ ചോദിക്കുക? അപ്പം പൊട്ടന്മാരെ നോക്കിയിട്ടാണ് പിടിക്കുന്നത്. അതല്ലെങ്കിൽ ഇവ ആളെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. കാരണം അവനക്ക് നമ്മ അടിക്കണ്ടേ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ നമ്മളെ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഹെമ്പോക്കികളെ നമ്മൾ തുറന്ന് കാണിക്കും. അതിന് നമ്മളെ ഒന്ന് മോശമായിട്ട് കമൻറ്റ് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തു കൊണ്ടുവരുന്നത്, അല്ലാതെ ഞാനായിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല. പിന്നെ ഞാൻ ഏതൊരു സംസ്കാരത്തിനെയും ഏതൊരു വിശ്വാസത്തിനെയും ഞാൻ കളിയാക്കിയിട്ട് വരില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ തന്ത ഒന്നാണ്, മനസ്സിലായ? ഞാനിവിടെ എല്ലാ രീതിയിലും എന്താ പറയുക ഒരു സൗഹൃദത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചിലവരെ ട്രോളുന്നത് അതൊരു രസത്തിനൊക്കെ ട്രോളുന്നത്, പക്ഷേ ഒരു വിഭാഗയോ അല്ലെങ്കിൽ ഒരു മതത്തിനെ അങ്ങനെയൊന്നും നമ്മളത് ചെയ്യില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് ഒരെണ്ണം ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരും.